ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ബംഗളൂരുവിൽ നിന്നും വിജയപുരയിലേക്ക് പോകുന്ന വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിൻ സർവീസ് അടുത്ത 3 അല്ലെങ്കിൽ 4 മാസത്തിനുള്ളിൽ ആരംഭിച്ചേക്കും. ഇക്കാര്യത്തിൽ കേന്ദ്ര റെയിൽവേ സഹമന്ത്രി ഉറപ്പു നൽകിയതായി കർണാടക വ്യവസായ മന്ത്രി അറിയിച്ചതോടെയാണ് യാത്രക്കാർക്ക് ആശ്വാസം നൽകുന്ന ഈ വാർത്ത പുറത്തു വന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം പുതിയ റെയിൽവേ മേൽപ്പാലം ഉദ്ഘാടനം ചെയ്ത ചടങ്ങിനിടെയാണ് ഇരു മന്ത്രിമാരും കൂടിക്കാഴ്ച നടത്തിയത്. വിജയപുരയിലേക്കുള്ള വന്ദേ ഭാരത് സ്ലീപ്പർ സർവീസിനായുള്ള തന്റെ നിർദ്ദേശത്തോട് അനുകൂലമായാണ് കേന്ദ്രമന്ത്രി പ്രതികരിച്ചതെന്നും 3 മുതൽ 4 മാസത്തിനുള്ളിൽ സർവീസ് യാഥാർത്ഥ്യമാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ബംഗളൂരുവിൽ നിന്ന് 100 കിലോമീറ്റർ പരിധിയിലുള്ള എല്ലാ പ്രധാന നഗരങ്ങളെയും 4 വരി റെയിൽപാതയിലൂടെ ബന്ധിപ്പിക്കാനുള്ള പദ്ധതിക്കും കേന്ദ്ര റെയിൽവേ മന്ത്രാലയത്തിന്റെ പിന്തുണ ലഭിച്ചതായി അദ്ദേഹം അറിയിച്ചു. ഇതിലൂടെ നഗരങ്ങൾക്കിടയിലെ യാത്ര കൂടുതൽ വേഗത്തിലും സുഗമമായും മാറുമെന്ന് പ്രതീക്ഷയുണ്ട്. വർഷങ്ങളായി നീണ്ടുപോകുന്ന വൈറ്റ് ഫീൽഡ് കോലാർ 4 വരി റെയിൽവേ പാത പദ്ധതിയും വീണ്ടും സജീവമാകുമെന്ന സൂചനയും ലഭിക്കുന്നുണ്ട്. പദ്ധതിക്കായി ആവശ്യമായ ഭൂമി ഏറ്റെടുക്കുന്നതിനുള്ള ചെലവ് കേന്ദ്ര സർക്കാർ വഹിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ബംഗളൂരു മൈസൂരു റെയിൽവേ പാത 4 വരിയാക്കുന്നതിനുള്ള സർവേയും ഉടൻ ആരംഭിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതേസമയം കോയമ്പത്തൂർ ലോകമാന്യ തിലക് ടെർമിനസ് എക്സ്പ്രസ് ട്രെയിനിന് ഇനി മുതൽ യലഹങ്ക സ്റ്റേഷനിലും സ്റ്റോപ്പ് അനുവദിക്കും. ഉദ്യാൻ എക്സ്പ്രസിന് ശേഷം മുംബൈയിലേക്ക് പോകുന്ന രണ്ടാമത്തെ ട്രെയിനാണ് യലഹങ്കയിൽ ഇനി നിർത്തുക. 1997 ആരംഭിച്ച ലോകമാന്യ തിലക് ടെർമിനസ് കോയമ്പത്തൂർ എക്സ്പ്രസിന് ഇതുവരെ KSR ബംഗളൂരു കന്റോൺമെന്റ് സ്റ്റേഷനുകളിലായിരുന്നു സ്റ്റോപ്പ് ഉണ്ടായിരുന്നത്. യലഹങ്ക സ്റ്റേഷനിൽ പുതിയ സ്റ്റോപ്പ് ഉദ്ഘാടനം ചെയ്ത ശേഷം സംസാരിച്ച കേന്ദ്ര റെയിൽവേ സഹമന്ത്രി ഈ തീരുമാനം യലഹങ്കയിലെയും സമീപ പ്രദേശങ്ങളിലെയും യാത്രക്കാർക്ക് വലിയ ആശ്വാസമാകുമെന്നും പറഞ്ഞു. പിന്നാലെ എറണാകുളം വന്ദേ ഭാരത് എക്സ്പ്രസിലെ കോച്ചുകളുടെ എണ്ണം 8 നിന്ന് 16 ഉയർത്തുന്നത് ഓണം സീസണിൽ നാട്ടിലേക്ക് പോകുന്ന ബംഗളൂരു മലയാളികൾക്ക് ആശ്വാസമാകും. ജൂലൈ ആദ്യവാരത്തോടെ 16 കോച്ചുകളുമായി സർവീസ് ആരംഭിച്ചേക്കും. ഓണത്തിന് കൂടുതൽ തിരക്കുള്ള ഓഗസ്റ്റ് 21, 22 ദിവസങ്ങളിലെ ടിക്കറ്റ് ബുക്കിംഗുകൾ തുടങ്ങിയതിനു പിന്നാലെ വെയിറ്റിംഗ് ലിസ്റ്റിലേക്ക് മാറിയിരുന്നു. വന്ദേ ഭാരത് സർവീസ് തുടങ്ങി 7 മാസം പിന്നിടുമ്പോഴാണ് കോച്ചുകളുടെ എണ്ണം ഇരട്ടിയാകുന്നത്. കഴിഞ്ഞ വർഷം നവംബറിലാണ് സർവീസ് ആരംഭിച്ചത്. ഉത്സവ സീസണുകളിൽ വന്ദേ ഭാരത് എക്സ്പ്രസിലെ ഓൺലൈൻ ടിക്കറ്റ് ബുക്കിംഗ് നിരക്ക് 120 മുതൽ 140% വരെ എത്തിയിരുന്നു. ബംഗളൂരു എറണാകുളം റൂട്ടിൽ പോകുന്ന ട്രെയിനിന് 9 സ്റ്റോപ്പുകൾ മാത്രമാണുള്ളത്. കോച്ചുകളുടെ എണ്ണം 16 ആക്കുന്നതോടെ സീറ്റുകളുടെ എണ്ണം 530 നിന്ന് 1128 ആയി ഉയരും. 598 സീറ്റുകളാണ് അധികമായി ലഭിക്കുക. 6 ദിവസങ്ങളിലായി ഒരു വർഷത്തേക്ക് മാത്രം 6268 പേർക്ക് അധികം യാത്ര ചെയ്യാം. ചെയർകാറിൽ ഭക്ഷണം ഉൾപ്പെടെ 1670 രൂപയും എക്സിക്യൂട്ടീവ് ചെയർകാറിൽ 3030 രൂപയുമാണ് ടിക്കറ്റ് നിരക്ക്. തിരുവനന്തപുരത്തേക്ക് വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിൻ സർവീസ് ആരംഭിച്ചാൽ നാട്ടിലേക്ക് രാത്രി യാത്രയ്ക്ക് ആഴ്ചയിൽ 5000-ഓളം ബെർത്തുകൾ കൂടിയാണ് ബംഗളൂരു മലയാളികൾക്ക് ലഭിക്കുക. കോട്ടയം വഴിയായാൽ മധ്യ കേരളത്തിലുള്ളവർക്ക് കൂടുതൽ സൗകര്യപ്രദമാകും. ബംഗളൂരുവിൽ നിന്ന് തിരുവനന്തപുരം സെൻട്രൽ വരെ 858 കിലോമീറ്ററാണ്. ഈ റൂട്ടിലോടുന്ന വേഗമേറിയ ട്രെയിനായ തിരുവനന്തപുരം നോർത്ത് ഹംസഫർ എക്സ്പ്രസ് 15 മണിക്കൂർ കൊണ്ടാണ് ഓടിയെത്തുന്നത്. 15 സ്റ്റോപ്പുകളാണ് ഹംസഫറിന് അനുവദിച്ചിരിക്കുന്നത്. എറണാകുളം വന്ദേ ഭാരത് 8.5 മണിക്കൂർ കൊണ്ട് ഓടിയെത്തുന്നതിനാൽ വന്ദേ ഭാരത് സ്ലീപ്പർ തിരുവനന്തപുരത്ത് 12 മണിക്കൂറിൽ എത്താനാണ് സാധ്യത. ഓട്ടോമാറ്റിക് വാതിലുകൾ, കവച് സുരക്ഷാ സംവിധാനം എന്നിവയും പ്രത്യേകതകളാണ്. നിലവിൽ ബുധൻ ഒഴികെയുള്ള ദിവസങ്ങളിൽ സർവീസ് നടത്തുന്ന ബംഗളൂരു എറണാകുളം ജംഗ്ഷൻ വന്ദേ ഭാരത് പകൽ സർവീസാണ്. നിറയെ യാത്രക്കാരുമായാണ് ഏതാണ്ട് എല്ലാ ദിവസവും സർവീസ് നടത്തുന്നത്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.